ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്നും സതീശൻ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ പട്ടികജാതിക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം. യുവതി സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതി പോലീസിൽ പരാതി നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ബാരിക്കേഡ് തള്ളി നീക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, മിഥുൻ മോഹൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ എന്നിവർ സംസാരിച്ചു. 40ഓളം പേരാണ് മാർച്ചിൽ പങ്കെടുത്തത്. സമരത്തിന്റെ പേരിൽ 2 മണിക്കൂറോളം MO റോഡ് അടച്ചിട്ടത് യാത്രക്കാരെ വലച്ചു. മീഡിയ ടൈം, തൃശൂർ. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒളിവിൽ പോയ ആളോ കൊലക്കേസിലെ പ്രതിയോ അല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്നും സതീശൻ ചാലക്കുടിയിൽ പറഞ്ഞു. സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല, കൊലക്കേസിലെ പ്രതിയല്ല. അദ്ദേഹം വിസിബിളായിരുന്നു എല്ലാ സ്ഥലത്തും. DGP ഓഫീസ് മാർച്ചിലുണ്ടായിരുന്നു, ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ UDF നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതിലിൽ മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ചൊരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതുന്നു. താൻ ജാമ്യമെടുക്കില്ല, തന്റെ സഹപ്രവർത്തകർ ജയിലിൽ പോയതുപോലെ ജയിലിൽ പോകാം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് അതിരാവിലെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് ബെന്നി ബെഹനാൻ MP. അധികാരപ്രമത്തത കൊണ്ട് അന്ധനായി തീർന്ന മുഖ്യമന്ത്രിയും സമതല നെറ്റിയ പോലീസും കാണിക്കുന്ന തോന്നിവാസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്നും MP പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് അതിരാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ സമരങ്ങൾ നടക്കുന്നു, എത്രയോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു, എത്രയോ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു.
ഏതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവിനെ, യുവജന പ്രസ്ഥാനത്തെ നേതാവിനെ ഇതുപോലെ തീവ്രവാദികളെ കൈകാര്യം ചെയ്തതുപോലെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അധികാര പ്രമത്തത കൊണ്ട് അന്ധനായി തീർന്ന മുഖ്യമന്ത്രിയും സമനില തെറ്റിയ കേരളത്തിലെ പോലീസും കാണിക്കുന്ന തോന്നിവാസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമുണ്ടാകും. ശ്രീ പിണറായി വിജയൻ ആയുഷ്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട. ഒരു കാര്യം പോലീസും ശ്രദ്ധിക്കണം. ഞാനിന്ന് ബഹുമാനപ്പെട്ട DGPയെ രാവിലെ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതാണ്. DGPയോട് ഞാൻ പറഞ്ഞു, ഒന്ന് രാഹുൽ മാങ്കൂട്ട് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. ഒരു ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ കൈകാര്യം ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട DGP കൈമലർത്തുകയാണ് ചെയ്തത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ പട്ടികജാതിക്കാരിയായ യുവതിക്ക് ദേഹാസ്വസ്ഥ്യം. യുവതി സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതി പോലീസിൽ പരാതി നൽകി. ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ചാരിച്ചെട്ടി വീട്ടിൽ പ്രേംകുമാറിന്റെ മകളും ആദർശദാസിന്റെ ഭാര്യയുമായ മോനിഷയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീമ ഗംഗാധരനുമെതിരെ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 20-നാണ് മോനിഷ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായത്. പിറ്റേന്ന് മുതൽ അസഹ്യമായ വയറുവേദനയും ചില അസ്വസ്ഥതകളും അനുഭവപ്പെട്ടുവെങ്കിലും വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ 25-ാം തീയതി ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ പരാതിയിൽ പറയുന്നു. വേദന അസഹനീയമായതിനെ തുടർന്ന് ചന്ദ്രാപെന്നിയിലുള്ള സ്വകാര്യ ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങിന് വിധേയയാകുകയും ചെയ്തു. സിസേറിയൻ നടത്തിയ ഡോക്ടറെ ഉടൻ കാണാൻ ഈ ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജനുവരി 1-ന് 12 മണിയോടെ താലൂക്ക് ആശുപത്രിയിലെത്തിയെങ്കിലും 20 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ചികിത്സ ലഭിച്ചതെന്ന് മോനിഷ പറയുന്നു. ജനുവരി 2-ന് ഉച്ചയ്ക്ക് ഡോക്ടർ സീമ ഗംഗാധരൻ്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ആശുപത്രിയിലെ സർജൻ വന്ന് പരിശോധിക്കുകയും സ്കാനിങ്ങിന് വിധേയയാക്കുകയും ചെയ്തു. ഈ സ്കാനിങ്ങിൽ യുവതിയുടെ വയറ്റിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട് എന്നും പഴുപ്പുണ്ട് എന്നും കണ്ടെത്തി. എന്നാൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സീമ ഗംഗാധരൻ തന്നെ കൈയൊഴിയുന്ന രീതിയിലാണ് പെരുമാറിയതെന്ന് മോനിഷ ആരോപിച്ചു. ഡോക്ടർ സീമ ഗംഗാധരനിൽ നിന്ന് കൃത്യമായ വിവരമോ രോഗിയെന്ന നിലയിൽ പരിചരണമോ ആവശ്യത്തിന് ലഭിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു. പിന്നീട് ജനുവരി 5-ന് മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മോനിഷയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ച ഡോക്ടറുടെ പിഴവും ഗുരുതരമായ വീഴ്ചയുമാണ് തൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്നും സിസേറിയനിടയിൽ പഞ്ഞി, സ്റ്റിച്ചിടുന്നതിന് ഉപയോഗിച്ച ത്രെഡ് എന്നിവ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നും സംശയിക്കുന്നതായും മോനിഷ തൻ്റെ പരാതിയിൽ ആരോപിക്കുന്നു. ഇതേസമയം യുവതിയുടെ പരാതിയും സ്വകാര്യ ആശുപത്രിയിലെ റിപ്പോർട്ടും കണ്ടിട്ടില്ലെന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമായിട്ടില്ലെന്നും താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. CPM-ന്റെ ചങ്കിടിപ്പേറ്റി കരുവന്നൂരിൽ മാപ്പുസാക്ഷികൾ കൂടുന്നു. TR സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവരാണ് കേസിൽ മാപ്പുസാക്ഷികളാകുക. ഇവരുടെ രഹസ്യമൊഴിയിൽ CPM നേതൃത്വത്തിന് തിരിച്ചടിയാകുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നാണ് അഭ്യൂഹം. വരും ദിവസങ്ങളിൽ ED കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. കരുവന്നൂരിൽ മാപ്പുസാക്ഷികൾ കൂടുന്നു. ബാങ്കിലെ വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവരാണ് കേസിൽ മാപ്പുസാക്ഷികളാകുക. ഇരുവരെയും മാപ്പുസാക്ഷിയാക്കാൻ അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ വിചാരണ കോടതി അനുവദിച്ചതോടെയാണ് സുനിൽകുമാറും ബിജു കരീമും മാപ്പുസാക്ഷികളാക്കിയത്. ഇവരുടെ രഹസ്യമൊഴിയിൽ CPM നേതൃത്വത്തിന് തിരിച്ചടിയാകുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നാണ് അഭ്യൂഹം. രഹസ്യമൊഴി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് CPM-ന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. കൂടുതൽ CPM നേതാക്കളിലേക്ക് ED അന്വേഷണം നീളുമോ എന്ന സംശയമാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. കരുവന്നൂരിലെ കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന 2 പേരാണ് ഇപ്പോൾ മാപ്പുസാക്ഷികളായിരിക്കുന്നത്. കേസിലെ 55 പ്രതികളിൽ 11-14 പ്രതികളാണ് സുനിൽകുമാറും ബിജു കരീമും. കരുവന്നൂരിലെ തട്ടിപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ 2 പേർക്കും അറിയാമെന്നതിനാൽ മാപ്പുസാക്ഷികളാക്കിയ സ്ഥിതിക്ക് ഇവർ എന്തെല്ലാം വെളിപ്പെടുത്തുമെന്നതാണ് CPM-നെ ആശങ്കയിലാഴ്ത്തുന്നത്. വരും ദിവസങ്ങളിൽ ED കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ഉന്നതരായ പല നേതാക്കളിലെയും പുതുപക്ഷത്തിൽ ED ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നും CPM നേതൃത്വത്തിന് ഭയമുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടിയിലെ സുവർണഗൃഹം പദ്ധതിക്ക് ആർദ്രതയുടെ നനവുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുസമൂഹത്തിന്റെ കൂട്ടായ്മയോടെ നഗരസഭയുടെയോ സർക്കാരിന്റെയോ പണം ഉപയോഗിക്കാതെയുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചാലക്കുടി നഗരസഭ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി
50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നത് മാതൃകാപരമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നഗരസഭ സുവർണ ജൂബിലി സ്മാരകമായി നടപ്പിലാക്കുന്ന സുവർണഗൃഹം പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 5 വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള രേഖകളുടെ കൈമാറ്റവും പുതിയ 10 വീടുകളുടെ നിർമ്മാണോദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. പരിപൂർണമായും പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ഈ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ കേരളത്തിലെ ഭവനരഹിതരില്ലാത്ത ആദ്യത്തെ നഗരസഭയായി ചാലക്കുടി മാറട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ 5 വീടുകളുടെ രേഖകൾ ഗുണഭോക്താക്കളായ അജിത കൃഷ്ണൻകുട്ടി, സതി പുൽപ്ര, വിജയൻ അഡാട്ട്, ആമിന കൊച്ചുപറമ്പിൽ, വാസന്തി വലിയ വീട്ടിൽ എന്നിവർക്ക് കൈമാറി. പോട്ട 5-ാം വാർഡിൽ കട്ടക്കയം തങ്കച്ചൻ സൗജന്യമായി നഗരസഭയ്ക്ക് നൽകിയ 70 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന 10 വീടുകളുടെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം പൈപ്പ് ലൈൻ കമ്പനിയുടെയും മണപ്പുറം ഫൗണ്ടേഷൻ ലയൺസ് ക്ലബ്ബ്, കല്യാൺ സിൽക്സ്, BMI എന്നിവരുടെ സഹകരണത്തോടെയാണ് നഗരസഭ സുവർണഗൃഹം പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ചെയർമാൻ AB ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് തോമസ്, ജിജി ജോൺസൺ, ദീപു ദിനേശ്, സൂസമ്മ ആന്റണി, സൂസി സുനിൽ, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ, വാർഡു കൗൺസിലർമാരായ സൗമ്യ വിനേഷ്, ലില്ലി ജോസ്, ലയൺസ് ക്ലബ് മൾട്ടിപ്പിൾ കോർഡിനേറ്റർ സാജു പാത്താടൻ, മുൻ പ്രസിഡന്റ് ഹാരി, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. സുവർണഗൃഹം പദ്ധതിയിൽ സഹകരിച്ച KSSPL കമ്പനി COA K നരേന്ദ്രബാബു, മണപ്പുറം ഫൗണ്ടേഷൻ MD VP നന്ദകുമാർ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡേവിസ് കല്ലിങ്ങൽ, കട്ടക്കയം തങ്കച്ചൻ, കോൺട്രാക്ടർ ബിജു പെരിയപ്പാടൻ എന്നിവരെ നഗരസഭയുടെ ഉപഹാരം നൽകി ആദരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി മുതൽ CB സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് റീടാറിംഗിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ നിറയെ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. എടത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപിന്നി CB സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, SRV UP സ്കൂൾ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത്. സ്കൂളുകളിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീടാറിംഗ് നടത്തുവാൻ അനുവദിച്ചത്. ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. ഇതിനിടയിലാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പിടൽ ആരംഭിച്ചത്. ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരുമെന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു. പൈപ്പിട്ട ഭാഗങ്ങളിൽ റിസ്റ്റോറേഷൻ നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ റീടാറിംഗിനായി അനുവദിച്ച തുക റിവൈസ് ചെയ്ത് റിസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. റീടാറിംഗിനായി 22 ലക്ഷവും അപകടാവസ്ഥയിലായ 2 കലുങ്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി 6 ലക്ഷവും വെള്ളക്കെട്ട് രൂക്ഷമായ 120 മീറ്റർ ഭാഗം ടൈൽസ് വിരിക്കുന്നതിനും കോൺക്രീറ്റിങ്ങിനുമായി 10 ലക്ഷവും ഉൾപ്പെടെ 38 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീടാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ പൂയാഘോഷവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെ സെറ്റ് കാവടി വരവ് പതിവായി ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പതിരുന്നാളും ഈ മാസം നടക്കും. ഇതിനു മുമ്പായി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, കയ്പമംഗലം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ അറബിക്കടലിനും മധ്യകിഴക്കൻ അറബിക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ അടുത്ത 3 ദിവസം മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
ഇന്ന് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള തീരത്ത് രാത്രി 11:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. സ്കൂളിലെ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് അധ്യാപിക മരിച്ചു. അങ്കമാലി വാപ്പാലിശ്ശേരി പയ്യപ്പിള്ളി കൊളുവൻ ഫിനോബിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. കൊരട്ടി LF കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. +2 വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ദേശീയപാത കൊരട്ടിക്ക് സമീപം പരുമ്പിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. കാറിനകത്തുണ്ടായിരുന്ന നെടുമ്പാശ്ശേരി സ്വദേശിയെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 5:15 സംഭവം. അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന എക്സ്പോർട്ട് കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് കയറി ചാലക്കുടി ഭാഗത്തേക്കുള്ള ട്രാക്കിലേക്ക് മറിഞ്ഞ് 10 മീറ്ററോളം നിരങ്ങിയാണ് നിന്നത്. നാട്ടുകാരെത്തിയാണ് കാറിനകത്തുണ്ടായവരെ പുറത്തെടുത്തത്. കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച മോതിരക്കണ്ണി ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കുറ്റിച്ചിറ കിഴുപ്പള്ളി നിഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുറ്റിക്കാട് സ്വദേശി മേക്കാടൻ രാഹുലിനാണ് കുത്തേറ്റത്. ബാറിലുണ്ടായ തർക്കത്തിനു ശേഷം കൂട്ടുകാരനൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന രാഹുലിനെ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ്. പുതുക്കാട് ആവില കോളേജ് റോഡിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പിയിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങാണ് 11 kV ലൈനിലേക്ക് മറിഞ്ഞു വീണത്. കമ്പികളിൽ തടഞ്ഞു നിന്ന തെങ്ങ് ഫയർഫോഴ്സും KSEB അധികൃതരും സ്ഥലത്തെത്തി മാറ്റി. പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കൊടിയന്റെ നേതൃത്വത്തിലാണ് തെങ്ങ് മുറിച്ചു മാറ്റിയത്. റോഡിന് കുറുകെ തെങ്ങ് മറിഞ്ഞു വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും യാത്രക്കാരെയും നിയന്ത്രിച്ചിരുന്നു. ഏറെ നേരം വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിന് മാളയിൽ സ്വീകരണം നൽകി. പിണറായി വിജയൻ സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ കേസിൽ കുടുക്കി 18 ദിവസം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിനാണ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം LDF വരും, എല്ലാം ശരിയാകും. അതായിരുന്നു നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളിൽ, കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്തകളിൽ LDF വരും, എല്ലാം ശരിയാകും. ഇവിടെ എന്താണ് ശരിയായത്? പാവപ്പെട്ട കർഷകൻ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതാണോ ശരിയായത്? പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചതാണോ നിങ്ങൾ ശരിയാക്കിയത്? ഇവിടെ എന്താണ് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ് ചെയ്തത്? അതിനെതിരെയുള്ള ഒരു ആത്മപ്രതിഷേധം യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് നിങ്ങളുടെ സഖാക്കൾ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൊണ്ട് നെറ്റി പൊട്ടി അദ്ദേഹത്തിന് സ്റ്റിച്ചിടേണ്ടി വന്ന സന്ദർഭം സഖാക്കൾ വെക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചീപ്പുംചിറയിൽ ചീപ്പുംചിറ ഫെസ്റ്റ് 2024
സാംസ്കാരിക മഹോത്സവം സംഘടിപ്പിച്ച് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തനം തുടങ്ങാൻ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ള പൊതുജനങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. കലാമേളകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, കുട്ടികൾ, വനിതകൾ, മുതിർന്നവർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ മത്സരങ്ങൾ, ഘോഷയാത്രകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിൽ പരിപാടികൾ അരങ്ങേറും. പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിനായി പുഴയോരത്ത് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് അധ്യക്ഷയായിരുന്നു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന 3ാമത് കേരള സെൻട്രൽ സ്കൂൾ അത്ലറ്റ് മീറ്റിൽ ഹൈജമ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ദേവദർശിന് ആദരവ് നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോമ്പാത്ത് മനോജിന്റെ മകൻ ദേവദർശിനെ വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, കോൺഗ്രസ് നേതാക്കളായ സക്കീർ കോൽപ്പറമ്പിൽ, MA നിസാർ, ജസീൽ പിച്ചത്തറ എന്നിവരുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി ആദരിച്ചു. കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻവീട്ടിലിന്റെ 20-ന് നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിലുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണത്തിൽ കോട്ടപ്പുറം രൂപത ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പന്തലിന് കാൽനാട്ടി. കത്തീഡ്രലിന്റെ മുൻഭാഗത്താണ് വിശാലമായ പന്തൽ ഒരുക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി, ഫാദർ ജോബി കാട്ടാശ്ശേരി, കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, സഹവികാരി ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ VM ജോണി എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ റോസ്ലെറ്റ്, സിസ്റ്റർ പ്രസൂന എന്നിവർക്ക് യാത്രയയപ്പും നൽകി. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സിസ്റ്റർ വിമല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. എടതുരുത്തി കർമ്മലനാഥ പള്ളി വികാരി ഡോക്ടർ പോളി പടയാട്ടി, എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 8.5 ലക്ഷത്തോളം രൂപ ചിലവിട്ട് ജനറൽ SC വിഭാഗങ്ങളിലായി 200 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, സാജിദ പുതിയ വീട്ടിൽ, AV ഗിരിജ, ഫാത്തിമ അഷ്റഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി AS സുഹാസ് എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാള വിഭാഗത്തിന്റെയും IQACയുടെയും തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും നേതൃത്വത്തിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ ഡോക്ടർ SK വസന്തനെ ആദരിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, അന്താരാഷ്ട്ര പുസ്തകോത്സവം പ്രോഗ്രാം ഓഫീസർ സുനിൽ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാടിന്റെ നിലവ്, നൂറിന്റെ നിറവ് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഫോറസ്റ്റ് കൺസർവേറ്ററും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഇന്ദു വിജയൻ IFS വിളംബര ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. SH കോൺവെന്റ് ചാപ്ലെയിൻ ഫാദർ ജോസഫ് ഗോപുരം, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ എന്നിവർ പ്രസംഗിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ ആട് വിതരണം മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുമൈല സക്കീർ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്നും സതീശൻ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ പട്ടികജാതിക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം. യുവതി സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതി പോലീസിൽ പരാതി നൽകി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.